ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കറി. ചപ്പാത്തി, പൂരി, ഇടിയപ്പം, അപ്പം, പെറോട്ട, ചോറ് എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ കോളിഫ്ലവർ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. കോളിഫ്ലവർ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1/2 കിലോ കോളിഫ്ലവർ ഉണ്ട്. ഇത് കോളിഫ്ലവറിലെ കീടങ്ങളെല്ലാം പോകുന്നതിന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. വെള്ളത്തിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം. ഇനി ഈ വെള്ളത്തിലോട്ട് കോളിഫ്ലവർ ഇട്ട് തിളപ്പിച്ചെടുക്കാം. ഉപ്പും മഞ്ഞളും ചേർത്ത് കോളിഫ്ലവർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 3 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അത് സവാള ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ബ്രൗൺ കളറായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ടൊമാറ്റോ എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ കറിക്ക് ആവശ്യമായ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് ചൂട് വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവറും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കാം. കോളിഫ്ലവർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് കറിയുടെ ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കുക. ഉപ്പ് പാകത്തിനല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് തീ ഓഫ് ചെയ്ത് അടച്ചു മാറ്റി വയ്ക്കാം.
അടുത്തതായി നമുക്ക് കോളിഫ്ലവർ കറി താളിച്ചെടുക്കാം. താളിക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 5 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത്, 1 തണ്ട് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് താളിച്ചത് കോളിഫ്ലവർ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ കോളിഫ്ലവർ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.